മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് പ്രകാരം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചന കേൾവിയിലേക്ക് കടക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ കൂട്ടായ്മ മധ്യേയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ആഴ്ചകളിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ച് വരുന്നത്. 8-ാം അധ്യായത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലുള്ള തൻ്റെ ആവാസത്തെ കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, വ്യക്തികളിൽ, ദൈവമക്കളിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചുമാണ് ആ 8-ാം അധ്യായത്തിൽ നാം ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. നമ്മളിന്ന് 18 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുൻപ് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നത്, അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നത്, തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുമെന്ന് കരുതി. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം നൽകി. തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്വാതന്ത്ര്യം എന്നത് ഇത് നമ്മൾക്കുള്ള ഒരു ലൈസൻസ് എന്ന നിലയിലല്ല, മറിച്ച് ഫുൾഫില്ലിംഗ് ദ റൈച്ചസ് റിക്വയർമെന്റ്സ് ഓഫ് ലോ. ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടുന്നതിനു തന്നെ അതിനുള്ള ശക്തി നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകുന്നു. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന വാക്യങ്ങളിൽ 2 മൈൻഡ് സെറ്റുകളെ കുറിച്ച് പറയുന്നു. എന്നിട്ട് ആത്മസ്വഭാവമുള്ളവൻ, ജഡസ്വഭാവമുള്ളവൻ. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആത്മാവിന്റെ ഒരു ശുശ്രൂഷയാ നാം ആത്മസ്വഭാവം ഉള്ളവർ ആകുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്നു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെ മാത്രമല്ല, നമ്മുടെ മർത്യ ശരീരത്തെയും ഒരു ദിവസം ജീവിപ്പിക്കും എന്ന ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് നാം ഇനി ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. 13 വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാലാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ, അതായത് ശരീരത്തിന്റെ മിസ് ഡീഡ്സിനെ മരിപ്പിക്കുന്നത് എന്ന അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്ത്? നാം ദൈവമക്കളാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്കൊരു ബോധ്യം നൽകുന്നത് നാം ദൈവത്തിന്റെ മക്കൾ. അതെങ്ങനെയാ? അത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ബോധ്യം നമുക്ക് തരുന്നത് നാം ദൈവത്താൽ നടത്തപ്പെടുന്നവരാണ്,
നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചിരിക്കുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവകാശികളുമാകുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രദ്ധിച്ചത്. നാം അവകാശികൾ, നാം ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ. എന്താണ് നമ്മുടെ അവകാശം? ദൈവമാണ് നമ്മുടെ അവകാശം. നാം ദൈവത്തിന്റെ അവകാശം. ഹല്ലേലൂയ. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. തുടർന്ന് 8 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ പ്രധാനമായിട്ട് 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ദൈവമക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദൈവമക്കളുടെ തേജസ്കരണത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ തേജസ്. ഈ ഭാഗം നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുക, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. അത് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. എന്നിട്ട് ആ 17-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഒന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. എന്നിട്ട് അതിനോട് ചേർത്തൊരു കണ്ടീഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നാം അവനോടുകൂടെ കഷ്ടത അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നാം ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികൾ. ഇത് ദൈവം നമുക്ക് നൽകുന്ന, അപ്പസ്തോലനിലൂടെ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. പക്ഷെ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതാ താഴെ പറഞ്ഞിരിക്കുന്നത്. നാം അവനോടുകൂടെ കഷ്ടത അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. തേജസ്കരണം, കഷ്ടത. ഇത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വൈൻഡപ്പ് ചെയ്ത ആ ഭാഗം. ഈ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം പ്രധാനമായിട്ട് കാണുന്ന 2 പദങ്ങളാണ് കഷ്ടത, തേജസ്കരണം. സഫറിങ്സ് ആൻഡ് ഗ്ലോറി. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയുടെ കഷ്ടതയെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയേഷൻ, സൃഷ്ടിയുണ്ട്. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമക്കളുടെ കഷ്ടതയും തേജസ്സിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. 24 മുതൽ 27 വരെയുള്ള വാക്യം ദൈവമക്കളുടെ കഷ്ടതയും തേജസ്സും. ഈ ഭാഗം നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 2 പദങ്ങൾ, കഷ്ടത, തേജസ്കരണം, ഹല്ലേലൂയ, ഇതിനോട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ.
ആ 4 കാര്യങ്ങളാ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ഈ കഷ്ടതയോടും തേജസ്കരണത്തോടും ബന്ധപ്പെടുത്തി 4 കാര്യം. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കഷ്ടതയെക്കുറിച്ച് നമ്മൾ കാണുന്നു. 5-ാമത്തെ അധ്യായത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എൻ്റെ പ്രിയരെ, ഈ 5-ാം അധ്യായത്തിൽ കാണുന്ന കഷ്ടത എന്നുള്ളത് ക്രിസ്ത്യൻ സഫറിങ്സ് ആണ്. അതായത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ദൈവവചനത്തിനു വേണ്ടി വിശ്വസ്തയോടെ നാം നിൽക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 5-ാം അധ്യായത്തിൽ പറയുന്ന കഷ്ടതകൾ, ക്രിസ്ത്യൻ സഫറിങ്സ്. എന്നാൽ ഈ 18 മുതലുള്ള ഭാഗങ്ങൾ, 17-ാം അധ്യായ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം മുതൽ ആ ഭാഗത്ത് പറയുന്ന കഷ്ടത എന്നുള്ളത് ക്രിസ്ത്യൻ സഫറിങ്സ് മാത്രമല്ല, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഹാഫ് സേവ്ഡ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചു, ഇനി ശരീരത്തിനൊരു രൂപാന്തരീകരണമുണ്ട്, അത് ഇനിയും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹാഫ് സേവ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇരിക്കുന്ന ഈ ലോകത്തിലുള്ള നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സകല പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും, അല്ലെങ്കിൽ മനക്ലേശങ്ങള്, കഷ്ടതകള്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ ഭാഗത്ത് പറയുന്ന കഷ്ടതയെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഓരോ ലാംഗ്വേജിനും, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പദസമ്പത്തുകളുണ്ട്. ഓരോ ഭാഷയ്ക്കും ചില ഭാഷകൾക്ക് പദസമ്പത്ത് വളരെ അധികമായിരിക്കും. ഈ പുസ്തകം, നമ്മുടെ ഈ വചന പുസ്തകം എഴുതിയതിന്റെ ഒറിജിനൽ ഭാഷയാകുന്ന ഗ്രീക്കില് ഈ കഷ്ടത എന്ന വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട്, വിവരിക്കുവാനായിട്ട് പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 5-ാമത്തെ, നമ്മൾ മലയാളത്തിൽ എല്ലാത്തിനെയും കഷ്ടത കഷ്ടത എന്ന് പറയുന്നു എങ്കിൽ, ഗ്രീക്കില് 5-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്ലിപ്സിസ് എന്ന പദമാണ്. അതിന്റെ അർത്ഥം പ്രഷർ. എന്നാൽ ഈ 18-ാമത്തെ വാക്യം, 8-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുന്ന ആ പദങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, 5-ാം അധ്യായത്തിൽ റോമാലേഖനത്തിൽ കഷ്ടതയെ മനസ്സിലാക്കി തരുവാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ക്രിസ്ത്യൻ കഷ്ടത എന്ന് മാത്രമാണ്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 18 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിലെ പദത്തിന്റെ അർത്ഥം ക്രിസ്ത്യൻ സഫറിങ്സ് മാത്രമല്ല, നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാദ്യം ഞാനൊന്ന് പറഞ്ഞ് ആ കഷ്ടത എന്ന വാക്കുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, ലോകമെന്ന് പറയുമ്പോൾ പല വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ലോകമെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ലോകമെന്ന് ഒറ്റ വാക്കിനാലാണ്, പക്ഷെ ഗ്രീക്കിൽ മനുഷ്യരെ സൂചിപ്പിക്കാനായിട്ട് വ്യത്യസ്ത വാക്കാണ്. തൻ്റെ ദൈവത്തിന്റെ സൃഷ്ടിയെ സൂചിപ്പിക്കാൻ അതിനെയും മലയാളത്തിൽ ലോകമെന്ന് പറയുന്നു എങ്കിലും ഗ്രീക്കിൽ അതിന് വേറെ വേറെ പദങ്ങളാണ്. ലോകമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥ, അതിനെയും മലയാളത്തിൽ ലോകം എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ 4 കാര്യങ്ങൾ, കഷ്ടതയോടും തേജസ്കരണത്വം അല്ലെങ്കിൽ തേജസ്, ഗ്ലോറി ആൻഡ് സഫറിങ്സ്, അതിനോട് ചേർന്നിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ആ ഭാഗം പഠിച്ചു തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, സഫറിങ്സ് ആൻഡ് ഗ്ലോറി
ബിലോങ്സ് ടുഗെദർ. ദൈവവചനത്തിൽ കഷ്ടതയും തേജസ്സും ഇത് രണ്ടും ഒന്നിച്ചു ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയും തേജസ്സും ഒന്നിച്ചു ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഉത്തമമായ ഉദാഹരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ അനുഭവിച്ച, ഹല്ലേലൂയ, വചനം ഇപ്രകാരമാ പറയുന്നത്: ക്രിസ്തു കഷ്ടം സഹിക്കുകയും പിന്നെ അവൻ തേജസ്സിലേക്ക് അല്ലയോ? ഹല്ലേലൂയ. കർത്താവിന്റെ ദൈവം, പിതാവായ ദൈവം കർത്താവിന് ഈ ലോകത്തിൽ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ കർത്താവിന് വേണ്ടി ഡിസൈൻ ചെയ്തത് ഇതായിരുന്നു: കഷ്ടത, ആദ്യം കഷ്ടത, പിന്നെ തേജസ്കരണം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവമക്കളുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം, ഇത് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഇന്ന് പല തിയോളജികൾ, പല പഠിപ്പിക്കലുകൾ, പല മെഗാ ചർച്ചുകൾ, പല ചിന്താഗതികൾ ഇതിനാൽ നിറഞ്ഞിരിക്കുകയും മനുഷ്യന്റെ ചിന്തകളെ ആകപ്പാടെ കുഴച്ച് മറിച്ച് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഹല്ലേലൂയ എന്ന ചിന്താക്കുഴപ്പത്തിലായിരിക്കുക. അതുകൊണ്ടാ വചനത്തിന്റെ വ്യക്തമായ പഠിപ്പിക്കൽ വേണം. വചനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. കർത്താവിന്റെ ജീവിതത്തെ മാറ്റി നിർത്തിയല്ല നാം വചനം പഠിക്കേണ്ടത്. നമ്മൾ കർത്താവിന്റെ ജീവിതത്തിലോട്ട് നോക്കുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കഷ്ടം സഹിക്കുകയും പിന്നെ തേജസ്സിലേക്ക് പ്രവേശിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ എഴുതിയത് എന്താ? അപ്പസ്തോലന്മാരുടെ ജീവിതം എന്തായിരുന്നു? ആദിമ സഭയുടെ ചരിത്രം എന്താ? എന്റെ പ്രിയരെ, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. കാലം, യുഗങ്ങൾ അല്ലെങ്കിൽ കാലം കഴിയും തോറും ഇതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കുക. ഫസ്റ്റ് പീറ്റർ 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് ഇപ്രകാരം നാം വായിക്കുന്നു: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, അപ്പോസ്തലനായ പത്രോസും അത് തന്നെയാ പറയുന്നത്. അപ്പോസ്തലന്മാരെല്ലാവരും അത് തന്നെയാ പറയുന്നത്. അല്പകാലത്തേക്കുള്ള കഷ്ടം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഇത് വചനത്തിന്റെ സത്യമാണ്. കഷ്ടതയും തേജസ്സും they are welded together. Sufferings and glory are married together. They are joined together. ദൈവം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവം ജോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. ദൈവം ജോയിന്റ് ചെയ്തതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. Let man do not separate it. ക്രൂശും കിരീടവും. എന്റെ പ്രിയരെ, ക്രൂശും കിരീടവും ദൈവവചനത്തിൽ വളരെ വ്യക്തതയോടെ കാണുന്ന ഒന്നാണ്. നമ്മളെ മനസ്സിലോട്ട് കയറണം എൻ്റെ പ്രിയരെ. ഞാനത് ആദ്യം തന്നെ പറയാനായിട്ടുള്ള കാരണം, നമുക്കറിയാം ഇന്ന് നടക്കുന്ന ടീച്ചിങ്സുകൾ, പഠിപ്പിക്കലുകൾ എന്തൊക്കെയാ. ഇന്ന് എന്താ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്? തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഒരു മൂഢ
സ്വർഗത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് നമ്മളെ വിടുകയല്ലേ? റിയാലിറ്റി അതാണോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, കഷ്ടതയും തേജസ്സും ദേ ബിലോങ് ടു ഈച്ച് അതർ. ഇത് വചനത്തിന്റെ പഠിപ്പിക്കലാണ്. രണ്ടാമത്, കഷ്ടതയും തേജസ്സും രണ്ട് കാലങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. രണ്ട് കാലങ്ങൾ. വചന ഇപ്രകാരമല്ലേ പറയുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, അത് ഒരു വരാനിരിക്കുന്ന കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കഷ്ടത ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ കാലവുമായിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് കരുതിയേ. കഷ്ടത ഈ കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ആ ഗ്ലോറി എന്നുള്ളത് വരാൻ പോകുന്ന ഒരു കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. കഷ്ടത, തേജസ്കരണം, രണ്ട് കാലങ്ങൾ. ഇവിടെ കഷ്ടത ഈ കാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്ത്യൻ സഫറിങ്സ് മാത്രമല്ല എൻ്റെ പ്രിയരെ. വചനം പറയുന്നത് സാധാരണ ജനങ്ങൾക്കുള്ളതിനേക്കാൾ കഷ്ടത ദൈവജനത്തിനുണ്ട്. സാധാരണ ജനങ്ങൾക്കുള്ളതിനേക്കാൾ. സാധാരണ ജനങ്ങൾക്ക് തൻ്റെ ശരീരത്തിലുള്ള കഷ്ടത, അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെയാ ഉള്ളത്. എന്നാൽ ദൈവമക്കൾക്ക് അത് മാത്രമല്ല, അതുകൂടാതെ രണ്ടെണ്ണോടെ ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ക്രിസ്ത്യൻ സഫറിങ്സ് ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് വചനത്തിൽ പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എടുക്കുക എന്നുള്ളത് ദൈവമക്കൾക്കുള്ള ഒരു കഷ്ടതയാണ്. അത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ ലോകക്കാർക്കില്ല. ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളത്. അത് കൂടാതെ ദൈവത്തെ അനുഗമിക്കുന്നവർക്ക്, ദൈവമക്കൾക്ക് ബാലശിക്ഷ എന്നൊരു കഷ്ടതയും ഉണ്ട്. ഹല്ലേലൂയ. ബാലശിക്ഷ എന്നൊരു കഷ്ടതയും ഉണ്ട്. ക്രിസ്ത്യൻ സഫറിങ്സ് ഉണ്ട്, ബാലശിക്ഷയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹാഫ് സേവ്ഡ് സ്റ്റേജിലാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നടന്നു. ഇനി ശരീരത്തിന്റെ രൂപാന്തരീകരണം, ശരീരത്തിന്റെ രക്ഷ നടക്കുന്ന ആ ഒരു സ്റ്റേജിലാണ്. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ മോർട്ടൽ ബോഡിയിൽ ഉണ്ടാകുന്ന, ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന, മറ്റു ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകളൊക്കെ നമുക്കും ഉണ്ട്. ഹല്ലേലൂയ. നമുക്കും ഉണ്ട്. നമുക്കതൊക്കെ അതിനെ മാറ്റി നിർത്തി നമുക്കൊരു തെറ്റായ ഒരു ചിന്ത നമ്മളിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ പലപ്പോഴും പല വീഡിയോസിലൊക്കെ കാണുന്നതാണല്ലോ. ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേദന, കഷ്ടത, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരിക്കും വചനം നോക്കിയ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇല്ലാത്ത ബുദ്ധിമുട്ട് വലിച്ചു തലയെ വെക്കുന്നൊരു മാർഗമാണ്. അങ്ങനെയല്ലേ തോന്നുന്നത്? നമുക്ക് ലോകക്കാർക്കില്ലാത്ത കഷ്ടതയോടെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കോസ്റ്റ് കൗണ്ട് ചെയ്തിട്ടേ ശിഷ്യനാകാൻ ബന്ധപ്പെടാവൂ. കോസ്റ്റ് കൗണ്ട് ചെയ്തോണം. ഇതിന്റെ വില നമ്മൾ കൗണ്ട് ചെയ്തോണം.
ഇതിനോട് ബന്ധപ്പെടുത്തി കർത്താവ് രണ്ട് ഉപമ പറയുന്നുണ്ട്. നിയമത്തിൽ നമ്മൾ വായിക്കാം. ഒരു രാജാവ് യുദ്ധത്തിന് പോകുമ്പോ ആ തനിക്ക് നേരെ 20,000 പേരടങ്ങുന്ന ഒരു പടയുമായിട്ട് വരുന്നവർക്കെതിരെ 1000-വുമായിട്ട് രാജാവ് പോകത്തില്ല, താൻ ഇരുന്ന് കൗണ്ട് ചെയ്യും. കൂടാതെ വേറൊരു ഉപമയും പറഞ്ഞു, ഒരു മനുഷ്യൻ വീട് പണിയുമ്പോൾ തനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഹി കാൽക്കുലേറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ഇറ്റ്. ഇതിനോട് ചേർത്ത് തന്നെയാ ശിഷ്യത്വത്തെ കുറിച്ചും കർത്താവ് പറയുന്നത്. അതിന് ഒരു വിലയുണ്ട് പ്രിയരെ. ഡിട്രിക് ബോൺ ഗോഫർ എന്ന് പറയുന്ന കർത്തദാസൻ എഴുതിയ ഒരു പുസ്തകമാ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. വളരെ നല്ലൊരു പുസ്തകമാ, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ കോസ്റ്റ്, കൗണ്ട് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഞാൻ പറഞ്ഞത്, നമുക്കാർക്കും ഒരു മോഹന വാഗ്ദാനം കൊടുത്ത് രോഗം സൗഖ്യമാകും, നീ ഇങ്ങോട്ട് വന്നാൽ നിന്റെ കടം മാറും, നീ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ വണ്ണം വെക്കും, വണ്ണം വെക്കും, എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആരെയും ഈ ഇതിലേക്ക് വരാനായിട്ട് നാം പ്രലോഭിപ്പിക്കരുത് പ്രിയരെ. കർത്താവ് പഠിപ്പിച്ചത് ശിഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉപദേശങ്ങൾ കൊടുത്തല്ലേ. കർത്താവ് അങ്ങനെയല്ലേ ചെയ്തത്. കർത്താവ് അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു അല്ലെ. നിങ്ങൾക്കും താല്പര്യമില്ലെങ്കിൽ പോകാം, എന്നെ തിന്നുന്നവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, ഞാനാകുന്നു ജീവന്റെ അപ്പം, നിങ്ങൾ എന്നെ തിന്നേണ്ടി വരും. ഹല്ലേലൂയ. കൃത്യമായ ഉപദേശം, വ്യക്തമായ ഉപദേശം. കർത്താവിന്റെ വാക്കുകളിൽ ഈ കോസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യണം, അതിനുശേഷമേ ഇതിലേക്ക് ഇറങ്ങാവൂ എന്നാ പഠിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നമുക്ക് എപ്പോഴും ഡോണ്ട് തിങ്ക് ദാറ്റ് നമുക്ക് എപ്പോഴും കരച്ചിലും പട്ടിണിയും ദാരിദ്ര്യവും രോഗാസുഖം, ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്, അങ്ങനെ ആയിരിക്കും എന്നല്ല പറയുന്നത്. ഇത് വൺ സൈഡഡ് ആയി പോകരുതല്ലോ. എപ്പോഴും പട്ടിണിയും പരിവട്ടവും പരിതാപവും അങ്ങനെ ആയിരിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഈ കാലത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടതയോടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ വരുവാനുള്ള കാലത്തിന്റെ സവിശേഷതയോ, വരുവാനുള്ള കാലം തേജസ് ഉള്ളതാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ തേജസ് ഇത് നാം കാണുമല്ല എന്ന് മാത്രമല്ല, ഇതെന്നിൽ വെളിപ്പെടും അല്ലേ. അങ്ങനെയല്ലേ 18-ാമത്തെ വാക്യം പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ തേജസ് നമ്മൾ കാണുമെന്ന് മാത്രമല്ല, ഇത് നമ്മിൽ വെളിപ്പെടുവാനുള്ളതാ. ഈ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് അപ്പസ്തോലന്മാർ പോലും കൃത്യമായി പറഞ്ഞിട്ടില്ല. പത്രോസ് പോലും പൗലോസിനോട് പോലും പറഞ്ഞിരിക്കുന്നത് നീ മിണ്ടാതിരിക്കുക. യോഹന്നാൻ അതിന്റെ ചെറിയ ഗ്ലിംസ് നമുക്ക് തരുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, അതിന്റെ 3-ാം അധ്യായം 3-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ചെറിയ ഒരു ഗ്ലിംസ് നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. നമ്മൾ ഇന്നതാകും. കാരണം ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന, കർത്താവിന്റെ കൂടെ ചേർന്ന് നടന്ന യോഹന്നാൻ പോലും
ഈ വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് തനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയരെ എപ്പോഴും നമ്മുടെ വചന പ്രസംഗങ്ങളിൽ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കേണ്ടത്. കേൾക്കുന്നവന്റെ ഉള്ളിൽ വരാനിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് വർധനമുണ്ടാവണം. അവനെ പ്രത്യാശയെക്കുറിച്ചുള്ള ബോധ്യമാ, ഉറപ്പാ അവന്റെ ജീവിതത്തിൽ നൽകേണ്ടത്. ഈ വരാനിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് ഓർത്തു വേണം ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുവാൻ ഒരുത്തിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാ വചനം പഠിപ്പിക്കുന്നത്. എനിക്ക് വരാനിരിക്കുന്ന തേജസ്സിലേക്ക് നോക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എനിക്ക് എണ്ണാൻ സാധിക്കണം. അങ്ങനെയാ നമ്മൾ അതിനൊരു ഒരു ഒരു ക്യൂർ കാണേണ്ടത്. ഹല്ലേലൂയ. കാരണം ദൈവവചനം പറയുക ഈ കാലത്തിൽ കഷ്ടമുണ്ട്. ദൈവത്തിന്റെ കൃപയാല് ഞാന് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് സ്നാനമൊക്കെ ലഭിച്ച് മുൻപോട്ട് പോകുന്ന ദൈവം എന്നെ ആ പ്യൂപ്പ സ്റ്റേജിലാക്കിയിരുന്ന സമയത്ത് കൃപയാൽ എൻ്റെ ഉള്ളങ്ങളിൽ ദൈവം തന്ന അടിസ്ഥാനം അതാ. ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയോട് പറയുമായിരുന്നു, നമുക്കൊരു കഷ്ടതയുണ്ട്. അതെനിക്ക് ഭയങ്കര ബോധ്യമായിരുന്നു. നമ്മളൊരു കഷ്ടത്തിലൂടെ കടന്നു പോകണം. എനിക്ക് തോന്നുന്നത് ദൈവമക്കൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത നിലകളിലായിരിക്കും എൻ്റെ പ്രിയരെ. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത നിലകളിലായിരിക്കും, വ്യത്യസ്ത രീതിയിലെ വ്യത്യസ്ത ലെവലിലായിരിക്കും അത്. ഹല്ലേലൂയ. പക്ഷെ നമുക്കതുണ്ട് നമ്മുടെ ഉള്ളങ്ങളിൽ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനം അതാ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും കഷ്ടത അവരുടെ ജീവിതത്തിലുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബെഡ് റെഡ് റോസസിനെ പോലെയാണെന്ന് ചിന്തിക്കരുതേ. അങ്ങനെയല്ല ദൈവത്തിന്റെ. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ യു നീഡ് ടു കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് അങ്ങനെയല്ല. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഒന്നാമത്, കഷ്ടതയും തേജസ്സും ബിലോങ്സ് ടുഗെദർ. അത് രണ്ടും ഒന്നിച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത്, ഇത് രണ്ട് കാലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂന്നാമത്, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്താ അങ്ങനെ കമ്പയർ ചെയ്യാൻ ഒക്കുകയില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ ഭാഗം ഈ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇവിടെ കിങ്സ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന, ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന ഫോർ ഐ റെക്കൺ എന്ന വാക്ക. പക്ഷെ നമ്മൾ NIV, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ NIV ഇംഗ്ലീഷ് ബൈബിൾ വേർഷനിൽ എടുത്ത് നോക്കിയാൽ ഐ കൺസിഡർ, റെക്കൺ അല്ല, കൺസിഡർ എന്ന വാക്ക. കൺസിഡർ എന്ന് വെച്ചാൽ അതിന് അല്പം കൂടെ ആഴമായ ഒരു അർത്ഥമുണ്ട്. അതായത് ആഫ്റ്റർ എ കെയർഫുൾ റാഷണൽ അനലൈസ്. After a careful rational analysis, I come to this conclusion എന്നാ അതിൻ്റെ ആ ഭാഗത്തർത്ഥം. ഐ കൺസിഡർ. ഞാനിത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തില് അപ്പോസ്തലൻ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ലെഡ്ജർ, അക്കൗണ്ടൻസി പഠിക്കുന്നവർക്കറിയാം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ലെഡ്ജർ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ അത് വിവരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ലെഡ്ജറിന്റെ ഈ അക്കൗണ്ട്സ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക്
ഈ ലെഡ്ജറിന്റെ ഒരു ഭാഗത്ത് വൺ സൈഡിൽ തന്റെ ലാഭങ്ങൾ എഴുതുകയാണ്. ലാഭങ്ങൾ എഴുതുമ്പോ അപ്പോസ്തലൻ എഴുതുന്നത് എങ്ങനെയാ? 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ. പക്ഷേ എനിക്ക്, നിങ്ങൾ ചിന്തിച്ചാണേ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ ബാലൻസ് ഷീറ്റിന്റെ ഇടതുവശത്ത് ഒരു ഭാഗത്ത് താൻ എഴുതുക, തനിക്ക് ലാഭമായിട്ടുള്ളത് എഴുതുകയാണ്. എന്തൊക്കെയാ എഴുതുന്നത്? എനിക്കും ജഡത്തിൽ ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികമുണ്ട്. എന്തൊക്കെയാ അധികമുള്ളത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഹല്ലേലൂയ. ഇങ്ങനെ തന്റെ ജീവിതത്തില് തനിക്ക് ലാഭമെന്ന് താൻ കരുതുന്ന കാര്യങ്ങളെല്ലാം ആ ലെഡ്ജറിന്റെ ഒരു സൈഡിലേക്ക് എഴുതി. എന്നിട്ട് അതിന്റെ അപ്പുറത്തെ വശത്ത് ഒറ്റ വാക്ക് മാത്രം താൻ എഴുതി, ക്രിസ്തു. തനിക്ക് ലാഭമെന്ന് താൻ കരുതിയത് ഒരു സ്ഥലത്ത് എഴുതി, അതിന്റെ അപ്പുറവശത്തേക്ക് ക്രിസ്തു എന്ന് എഴുതിയിട്ട് താൻ ആ രണ്ടും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എഴുതിയ വാക്ക ഫിലിപ്പി ലേഖനം 3:7. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. The excellency of the knowledge of Christ, Jesus Christ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് വേണേ കോൺട്രാസ്റ്റ് ചെയ്യാം. 2 കൊറിന്ത്യൻ ലേഖനം, 2 കൊറിന്ത്യൻസ്. ഞാൻ ഇന്ന് അല്പം നമ്മൾ ശാന്തമായിട്ടാണ് പോകുന്നത്, കാരണം ഈ കഷ്ടതയെ കുറിച്ച് എല്ലാവർക്കും താല്പര്യം ഇല്ലാത്തൊരു ടോപ്പിക്കാ. കാരണം എല്ലാവർക്കും അത് കേൾക്കുന്നതിനൊക്കെ സന്തോഷം, എല്ലാം ശരിയാവും എന്നുള്ള ചിന്തയാണല്ലോ. പക്ഷെ അത് അങ്ങനെ ചിന്തിച്ചിട്ട് എന്താ കാര്യം എൻ്റെ പ്രിയരെ? എന്ത് കാര്യം? നമ്മൾ റിയാലിറ്റി അല്ലേ മനസ്സിലാക്കേണ്ടത്. എന്താ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ഇന്ന് തുടക്കത്തിൽ പാടിയില്ലേ, ഞാൻ അവന്റെ ഉള്ളം കയ്യിലായിരിക്കുന്നെങ്കിൽ എനിക്ക് ദോഷത്തിനായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4:17 വാക്യത്തില് ഇപ്രകാരം വായിക്കുന്ന, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. അപ്പോ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടത്തെ ലഘു എന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? ലഘുവായ കഷ്ടം. എന്നിട്ട് തേജസ്സിനെ വിവരിച്ചിരിക്കുന്നതോ അനവധിയായ തേജസ്സിന്റെ നിത്യഘനം. ഭാരമുള്ളതിനെ തേജസ്സുള്ളത്, തേജസ്സിന് ഭാരമുള്ളത് തേജസ്സെന്നും കഷ്ടത ലഘുമെന്നാ പറഞ്ഞിരിക്കുന്നു. ഇത് ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ എൻ്റെ പ്രിയരെ? നമ്മൾ ഈ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഹൗ കം ഹി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ലഘുവായ കഷ്ടം? എങ്ങനെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ അല്ലെങ്കിൽ ആദിമ സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കഷ്ടത എങ്ങനെയാ ലഘു എന്ന് അവർക്ക് പറയാൻ പറ്റിയത്? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള, ഞാനത് വായിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 11-ാമത്തെ അധ്യായത്തിൽ 23 മുതലുള്ള വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളെ. ഞാനും അതേ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരൻ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു,
അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പസ്തോലൻ ഇങ്ങനെ പറയുകയാണ്. ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് അപ്പസ്തോലൻ പറയുന്നത് ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഹൗ ഡസ് ഇറ്റ് ഗോ ഈച്ച് അതർ? നമ്മൾ ചിന്തിച്ചു ഇതെങ്ങനെ ഒന്നിച്ച്, ഹൗ ഡസ് ഇറ്റ് ഗോ ടുഗെദർ? പ്രീതേ, ഇതെങ്ങനെ പറയാൻ പറ്റും? എന്റെ പ്രിയരെ, ഇത് പറയാൻ പറ്റാനായിട്ട് ഒരു കാരണമേ ഉള്ളൂ. തന്നെ വിളിച്ചപ്പോൾ അപ്പോസ്റ്റൽ സെയിന്റ് പോൾ കൗണ്ടഡ് ദ കോസ്റ്റ്. താൻ കോസ്റ്റ് കൗണ്ട് ചെയ്ത് തന്നെയാ ഇറങ്ങി തിരിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൈവവചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോടും ദൈവവചനത്തിന് പറയാനുള്ളത് ഇത് തന്നെയാ. നമ്മൾക്ക് ഒരു കോസ്റ്റ് ഉണ്ട് പ്രിയരെ. ഇതിനകത്തൊരു കോസ്റ്റ് ഉണ്ട്. ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നത്. ഇതിനൊരു കോസ്റ്റ്, ഒരു വില കൊടുക്കുവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ കോസ്റ്റ് മറച്ചു വെച്ച് ആരെയും പ്രലോഭിപ്പിക്കരുത്. അത് തെറ്റാ. അപ്പോസ്തലനായ മിസ്റ്റർ പോളിന്റെ ജീവിതത്തിലേക്ക് തന്നെ വന്നാൽ അത് കൃത്യമായിട്ട് കോസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സമയം അവസാനിക്കുക. 9-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9:16 ഉടനെ എന്റെ നാമത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ദമസ്കോസിന്റെ മുമ്പിൽ വെച്ച് അപ്പസ്തോലിന് ദൈവത്തിന്റെ ആ ഇന്റർഫിയറൻസ്, എൻകൗണ്ടർ ഉണ്ടായി. തന്റെ കണ്ണ് കാണാതെ പോയി. താൻ അവിടെ ഇരിക്കുകയും അപ്പോൾ അനനിയാസിനെ ദൈവം വിളിക്കുകയും, അപ്പൊ അനനിയാസിനോട് പറയുക, ശൗൽ എന്ന ഒരുത്തിന് ഉണ്ട്, അവിടെ ശൗലിനെ പോയി കാണണം, കണ്ട് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അനനിയാസ് പറയുന്നതുണ്ട് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 16-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നുണ്ട്, 16-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ കുറിച്ച് കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അനനിയാസിനോട് പറയുന്നത് ഇന്ന് സോക്കോൾഡ് പ്രവാചകന്മാർ പറയുന്നതല്ല. ഇന്നത്തെ സോക്കോൾഡ് പ്രവാചകന്മാർ പറയുന്നത് എന്താ? നീ മെഗാ ചർച്ച് ഉണ്ടാക്കും, നീ 120-250 ചർച്ചുകൾ സ്ഥാപിക്കും, നീ എയർക്രാഫ്റ്റിൽ പറന്നു നടന്ന് പ്രസംഗിക്കും, നീ തൊടുന്നതെല്ലാം പൊന്നാകും. ഇതൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്ക്. 16-ാമത്തെ വാക്യം, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ആര്? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ദൈവം, നമ്മുടെ കർത്താവ് അനനിയാസിനോട് പറഞ്ഞതാ. കോസ്റ്റ് കൗണ്ട് ചെയ്യാനാ ആദ്യം പറയുന്നത്. ശരിക്കും ഈ കോസ്റ്റ് കൗണ്ട് ചെയ്ത പോൾ ഇറങ്ങിയത്. അല്ലാതെ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ കാണുന്ന പോലെയൊന്നുമില്ല. എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മസ്കറ്റിലായിരുന്നപ്പോൾ ഒരുപാട് പേര് പറയും നീ അത്ര ചർച്ച ഉണ്ടാക്കും, അത് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താണ്, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായതാണ്. എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലത്ത് അങ്ങനെ ഒരു തെറ്റായ ധാരണ, വലിയ ചർച്ച് സ്ഥാപിക്കണം. അങ്ങനെ
വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളങ്ങളിൽ വന്നപ്പോഴാണ് മനസ്സിലായി അതൊന്നുമല്ല. നമ്മളെക്കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അത് നാം അവൈലബിൾ ആയിരിക്കുക, അത് മാത്രം ചെയ്യുക. അതാ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം വേല ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മുടെ ഇഷ്ടമല്ല, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന തെറ്റായ ഇഷ്ടങ്ങളൊന്നുമല്ല. കർത്താവിന് എന്നെ കുറിച്ചുള്ള ഹിതം എന്താ അത് ഞാൻ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ ഈ വചനത്തിന് മുൻപാകെ ഞാനും നിങ്ങളും നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു കോസ്റ്റ് കൗണ്ടിങ് ഉണ്ട്. ആ കോസ്റ്റ് കൗണ്ട് ചെയ്യാനായിട്ട് എനിക്കിതിനായിട്ടൊരു വില കൊടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രിയരെ. അതാ വചനം പഠിപ്പിക്കുന്ന റിയാലിറ്റി. നമ്മൾ അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തിയെടുക്കണം. അത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, എൻ്റെ ഉള്ളങ്ങളിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് ഞാനിങ്ങനെ പറയുമായിരുന്നു, നമുക്കൊരു കഷ്ടത ദൈവം വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ബോധ്യമായിരുന്നു അത്. ഒരു കഷ്ടത നമുക്കുണ്ട്, ദൈവം തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കഷ്ടതയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. പക്ഷെ നമ്മൾ അതിലൂടെ എങ്ങനെയാ നമ്മൾ പുറത്തു വരുന്നു? ഹല്ലേലൂയ. അത് നമ്മളെ പിന്നീട് നാം തിരിഞ്ഞു നോക്കുമ്പോ അത് നമ്മളെ പണിയാനായിട്ടുള്ളതായിരുന്നു, നമ്മെ നശിപ്പിക്കാനായിട്ടുള്ള. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയരെ. നമ്മളെ നശിപ്പിക്കാനായിട്ടല്ല, നമ്മളെ പണിയാനായിട്ടാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെയാ, ദൈവത്തിന്റെ പാറ്റേൺ അങ്ങനെയാ, വചനത്തിന്റെ പാറ്റേൺ അങ്ങനെയാ. അതാ ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആ നിലയിലോട്ട് നമ്മളും കടന്നു വരണം. നമ്മുടെ ജീവിതത്തിലും ദൈവം വെച്ചിരിക്കുന്ന ആ കഷ്ടതയെ സന്തോഷത്തോടെ ഏറ്റെടുപ്പാനും അതിലൂടെയാ നമ്മള്, അല്ലേ? യോസേഫിന്റെ വളർച്ച താഴെ കൂടെ ആയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. താഴെ കൂടെ ആയിരുന്നു. യോസേഫിന് എന്തോ നേരെ ദൈവം അങ്ങോട്ട് പുത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് നേരെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഉണ്ടായപ്പോ അറിയത്തില്ലായിരുന്നോ? എന്തിനാ പൊട്ടക്കണ്ടി ഇട്ടതും ബിസിനസ്സുകാർക്ക്, അല്ലെ, വ്യാപാരികൾക്ക് വിൽക്കപ്പെട്ടതും ജയിലിൽ കിടന്നതും ഒക്കെ നേരെ കൊണ്ടുപോയപ്പോരായിരുന്നു? അതല്ല വചനത്തിന്റെ പാറ്റേൺ. അങ്ങനെയല്ല വചനം, അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ ആദ്യം അത് നമ്മുടെ ഉള്ളങ്ങളിൽ മനസ്സിലാക്കണം. അങ്ങനെയാ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മ നമുക്ക് അടുത്തത് തുടർന്നു വരുന്ന 4-ാമത്തെ ആ പോയിന്റും 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് ദൈവ ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാം, പ്രാർത്ഥിക്കാം. നമുക്കൊപ്പം ഒരു ബോധ്യത്തോടെ വേണ്ട പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലവും ദൈവം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിപ്പിക്കുന്നത്. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്, ഞാൻ ദൈവ മകനാണ്, മകളാണ് എന്നുള്ള ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവം എനിക്ക് നന്മയ്ക്കായിട്ടാണ് വരുത്തുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.